തരുൺ മൂർത്തി സംവിധാനത്തിൽ ശോഭനയും മോഹൻലാലും ഒന്നിച്ചെത്തിയ ചിത്രമായിരുന്നു തുടരും. സിനിമയിൽ ശോഭനയുടെ കഥാപാത്രത്തിന് ഡബ് ചെയ്തിരുന്ന നടി തന്നെയായിരുന്നു. എന്നാൽ നടിക്ക് മുമ്പേ ആ കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് ഭാഗ്യലക്ഷ്മി ആയിരുന്നുവെന്നും തന്റെ ശബ്ദം നൽകിയില്ലെങ്കിൽ സിനിമയുടെ പ്രൊമോഷന് വരില്ലെന്ന് ശോഭന പറഞ്ഞതുകൊണ്ടാണ് തന്റെ ശബ്ദം സിനിമയിൽ നിന്ന് ഒഴിവാക്കിയത് എന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. നായികയായി ശോഭനയെ തീരുമാനിച്ചപ്പോൾ തന്നെ നടി തന്നെ ഡബ് ചെയ്യുമെന്ന് തീരുമാനിച്ചതായി തരുൺ മൂർത്തി പിന്നീട് പറഞ്ഞത് നുണയാണെന്ന് ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർത്തു. എന്റെ ശബ്ദം വേണ്ടാന്ന് ഇതുവരെ ഒരു ആർട്ടിസ്റ്റും എന്നോട് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ അടുത്തിടെ എനിക്കൊരു വിഷമമുണ്ടായി. എല്ലാവർക്കും അറിയാം ശോഭനയുടെ ഒട്ടുമിക്ക സിനിമകളിൽ ഞാൻ തന്നെയാണ് ഡബ് ചെയ്തിട്ടുള്ളത്. എന്റെ ശബ്ദമാണ് അവർക്ക് നന്നായി ചേരുന്നത് എന്ന് പറയാറുണ്ട്. തുടരും സിനിമയിൽ ഞാൻ ഡബ് ചെയ്തതാണ്. അത് പറയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്ന വിഷയമാണ്. കാരണം തുടരും സിനിമ ഡബ്ബിങ്ങിന് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, "നിങ്ങൾ എനിക്ക് ഡബ്ബിംഗ് തുടങ്ങിയിട്ട് കുറേ ആയില്ലേ" എന്ന്. എല്ലാവരും ചെയ്തു. "ലാൽ സാർ ഇനി എല്ലാം കഴിഞ്ഞു. ചേച്ചി മാത്രമേ ഉള്ളൂ ബാക്കിയെന്ന്" അവർ പറഞ്ഞു. തമിഴ് ക്യാരക്ടർ ആണെന്ന് പറഞ്ഞപ്പോൾ ശോഭന നന്നായി തമിഴ് സംസാരിക്കില്ലേ അവരെക്കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചൂടെ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. ശോഭനയ്ക്ക് സ്വന്തമായി ഡബ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഒറ്റക്കെട്ടായ തീരുമാനം അത് വേണ്ട ഭാഗ്യ ചേച്ചി മതി എന്നാണ് അവർ എന്നോട് പറയുന്നത്. ഞാൻ ഡബ് ചെയ്യാനും പോയി. ഞാൻ ഇത് ശോഭന ചെയ്താൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ചേച്ചി തന്നെ ചെയ്യണം എന്നാണ് തരുൺമൂർത്തിയും സുനിലും എന്നോട് പറഞ്ഞത്. ഫുൾ പിക്ചർ ഞാൻ ഡബ് ചെയ്തു. ക്ലൈമാക്സ് അലറി വിളിച്ച് വളരെ എഫോർട്ട് എടുത്ത് ചെയ്യുകയും ചെയ്തു. ഒരു വിലപേശലുമില്ലാതെ മുഴുവൻ പേയ്മെന്റും തന്നു. എല്ലാം കഴിഞ്ഞു. പടം റിലീസാകുന്നില്ല. ഞാനൊരു ദിവസം രഞ്ജിത്തിനെ വിളിച്ചു ചോദിച്ചു എന്താണ് പടം റിലീസ് ചെയ്യാത്തതെന്ന്. അപ്പോൾ എന്നോട് അദ്ദേഹമാണ് പറഞ്ഞത് ചേച്ചിയുടെ വോയിസ് മാറ്റി ശോഭന തന്നെ ഡബ് ചെയ്തു എന്ന്. എന്നെ വിളിച്ച് പറയാനുള്ള മര്യാദ നിങ്ങൾക്ക് ഇല്ലേന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എന്നോട് അവർ ഓപ്പണായി പറഞ്ഞു. ശോഭന പറഞ്ഞു അവർ ഡബ് ചെയ്തില്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ വരില്ലെന്ന്. അപ്പോൾ അത് അവർ ശോഭനയെക്കൊണ്ട് തന്നെ ഡബ് ചെയ്യിപ്പിച്ചു. അതെല്ലാം ഓക്കെ തന്നെയാണ്. പക്ഷേ ഇത്രയും സിനിമ ഡബ് ചെയ്ത ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ശോഭനയ്ക്ക് എന്നെ വിളിച്ചൊന്ന് പറയാമായിരുന്നു.